Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Prayer varnota. Prayer. Prepared alla? I'm already prepared. Allengi ഞാൻ just start ചെയ്യുന്നു. Okay. Shanti Tamaso ma jyotirgamaya Mrityo ma amritam gamaya Vidya Devi Namastude Shanti. Good afternoon, ma'am. Good afternoon, friends. Ma'am, thought of the day. The most important period of life is not age of university studies, but the first one, the period from birth to age of 6. Dr. Maria Montessori. Good afternoon, ma'am. Good afternoon, friends. Good afternoon. Okay. നമ്മള് ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തല്ലേ അല്ലേ? സോ നമ്മളിനി പോകുന്നത് യൂണിറ്റ് 5 നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ നോർമലൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നോർമലൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ ഇൻട്രോ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല മാം. നോർമലൈസേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മോണ്ടിസോറി നമ്മളിപ്പോ പറഞ്ഞു കാസാദി ബാബിനിയില് കുട്ടികളില് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തു. മോണ്ടിസോറി ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് കുട്ടികളിൽ വന്ന ആ ഒരു ചേഞ്ചസിനെ മോണ്ടിസോറി യൂസ് ചെയ്യുന്ന ടേം, എല്ലാ ഒരു ചേഞ്ചസിനെ മോണ്ടിസോറി പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ടേം ആയിരുന്നു നോർമലൈസേഷൻ എന്ന് പറയുന്നത്. Okay, a uncommon and natural development process when children achieve inner discipline, focus, and joy through deep and self-chosen concentration on meaningful work. കുട്ടികൾ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് നാച്ചുറലി അക്വയർ ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഇന്നർ ഡിസിപ്ലിൻ, ഫോക്കസ്, അവർക്ക് ആ വർക്കിലേക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷനും കാര്യങ്ങളും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള ജോയ് കിട്ടുന്നു, നല്ലൊരു സന്തോഷം കിട്ടുന്നു, അക്കംപ്ലിഷ്മെന്റ് കിട്ടുന്നു. സെൽഫ് ചൂസൺ കോൺസെൻട്രേഷൻ, അവർ സ്വയം അവരുടെ മൈൻഡ് കോൺസെൻട്രേഷൻ കിട്ടുന്നു. അവർക്ക് അവരുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുന്നു. ഇതെല്ലാം എന്തിലൂടെയാണ് പോസിബിൾ ആകുന്നത്? ത്രൂ വർക്കിലൂടെ കുട്ടികൾക്ക് പോസിബിൾ ആകുകയാണ്. അപ്പോൾ it is not about conformity but rather than the development of a child initiate the potential. ഒരു കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല ഈ നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത്. നോർമലൈസേഷൻ പോസിബിൾ ആകുമ്പോൾ കുട്ടികൾ കാണുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ലവ് ഓഫ് വർക്ക്, കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. ദെൻ കോൺസെൻട്രേഷൻ, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് എക്സെട്ര, ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ കീ ആസ്പെക്ട് ഓഫ് നോർമലൈസേഷൻ പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. ദ എബിലിറ്റി ടു ഫോക്കസ്, എന്താണ് ഒരു ടാസ്കിലേക്ക് അവർക്ക് ആ ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി, നല്ല രീതിയിൽ ആ ടാസ്ക് ചെയ്യുന്ന സമയത്ത് മറ്റു ഡിസ്റ്റർബൻസിൽ നിന്നെല്ലാം അവരുടെ മൈൻഡിനെ ആ ഒരു വർക്കിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റുന്നു. ഫസ്റ്റ് കോൺസെൻട്രേഷൻ ആണ്. സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ,
കുട്ടികൾക്ക് ചിൽഡ്രൻസ് ഡെവലപ്പ് ആൻ ഇന്നർ സെൻസ് ഓഫ് ഓർഡർ ആൻഡ് സെൽഫ് കൺട്രോൾ. കുട്ടികൾ സ്വയം ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങും. അവർ സെൽഫ് കൺട്രോള്, റെഡ്യൂസിങ് ദ നീഡ് ഓഫ് അഡൽട്ട് സൂപ്പർവിഷൻ. മുതിർന്നവരുടെ സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ പോലും വർക്കും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഈ കുട്ടികളെ കൊണ്ട് പറ്റും. അതാണ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ കുട്ടികൾക്ക് അക്വയർ ചെയ്യും. ലവ് ഓഫ് വർക്ക്. A shift occurs where children work for joy and satisfaction of the task itself rather than prize or reward. റിവാർഡിനോ അല്ലെങ്കിൽ എന്താ പറയാ പ്രൈസിനോ ഒന്നും വേണ്ടിയല്ല കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഫോർ സാറ്റിസ്ഫാക്ഷൻ ഓർ ജോയ്. ആ ഒരു സന്തോഷവും ജോയ്ഫുൾനെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് അവര് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കും. സോഷ്യലബിലിറ്റി ആൻഡ് പീസ്. നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ആർ ഓഫ്റ്റൻ ഡിസ്ക്രൈബ്ഡ് ആസ് കാം. സൈലന്റ് ആയിരിക്കും, സോഷ്യലബിൾ ആയിരിക്കും, റെസ്പെക്ട്ഫുൾ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ റെസ്പെക്ടബിൾ മെമ്പേഴ്സ് ആയിരിക്കും. അവർക്ക് സ്വയം ഇങ്ങനെ അവരുടെ ഇമോഷൻസും കാര്യങ്ങളും നിയന്ത്രിക്കണം എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് നല്ല വ്യക്തമായ ഒരു ധാരണയും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുന്നതിന്റെ ഭാഗമായിട്ട് നോർമലൈസേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. നോട്ട് എ പ്ലാൻഡ് വൺ. നമ്മള് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി അവരെ കൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അല്ല എന്ത് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. The most important single result of our whole work എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുള്ളായിട്ട് ആ വർക്കിലേക്ക് കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നു. അവർക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫ്രീഡം ഉണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ എൻ്റെ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. എന്ത് വർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാനും അവർക്ക് വർക്ക് ചെയ്യാനും പറ്റും. ഇതെല്ലാം എങ്ങനെ പോസിബിൾ ആകുന്നത്, അവർക്ക് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കിട്ടുന്ന ഒരു ഫ്രീഡം കൊണ്ടാണ്. ആ ഒരു ഡിപ്പെൻഡൻസ് കാരണമാണ് കുട്ടികൾക്ക് ഈ ഒരു കാര്യം പോസിബിൾ ആകുന്നത്. നോർമലൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഫണ്ടമെന്റൽ ചേഞ്ച്. ഈ കുട്ടികളിൽ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് കുറെ ക്വാളിറ്റീസും കാര്യങ്ങളും അക്യൂർ ചെയ്യുന്നുണ്ട്. അതിനെ മോണ്ടിസോറി പറയുന്ന വേർഡാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. Dr. Montessori described that a new normalized children would frequently emerge as the result of being in complete harmony with his entire environment. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് കംപ്ലീറ്റ് ഹാർമണി, നല്ല ഐക്യം, അതേപോലെ തന്നെ ഫുൾ ഫ്രീഡോ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ കുട്ടികളിൽ ഒരു മാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അപ്പോ ഈ ഒരു ഡിസ്ക്ലോഷറിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി കുട്ടികളിൽ വന്ന ഈ ഫണ്ടമെന്റൽ ചേഞ്ചിനെ പറഞ്ഞ പേരാണ് നോർമലൈസേഷൻ. She developed her special method based on this disclosure. Montessori described this process of fundamental changes in children as normalization. ഈ ഒരു ഫണ്ടമെന്റൽ ചേഞ്ചസിനെ പറയുന്ന പേരാണ് നോർമലൈസേഷൻ. 1 മിനിറ്റ്. സെമിനാർ നമ്മൾ എടുത്തതാണോ ടോപ്പിക്? മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിരുന്നത് ആണോ? അത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് ക്ലാസ്സില്? കുറച്ച് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്, മുഴുവൻ പേരും എടുത്തിട്ടില്ലല്ലോ. മോനുണ്ട് സെമിനാർ എടുക്കാനുണ്ട്. നമുക്കെന്നാ ടോപ്പിക് സെമിനാർ പ്രിപ്പയർഡ് ആണോ മോൻ? ആ മാം, ഞാൻ എടുക്കാം. ഓക്കെ ഓക്കെ. രശ്മിന പിന്നെ ഞാൻ ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ 2 പേര് എടുക്കാനുണ്ട്. ഓക്കെ, എടുത്തോ കേട്ടോ. ഫസ്റ്റ് വൺ പ്രസന്റ് ചെയ്തോ, അത് നമ്മൾ നോർമലൈസേഷനിലേക്ക് വരാം. വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തൊരു ഇതാണ്. ഞാൻ ഓഡിയോ ചെയ്തോട്ടെ? ഓക്കെ ഓക്കേടാ, കുഴപ്പമൊന്നുമില്ല. Okay. Good afternoon, friends, and good afternoon, teacher. Today, I take a seminar about Maria Montessori. Maria Montessori was a world-renowned Italian physician, educator, philosopher, and psychologist. She is a founder of the Montessori method of education,
which is based on a scientific understanding of child development. Her method emphasizes freedom, independence, self-discipline, and learning through activity. Maria Montessori believed that education should support the natural growth of child, not suppress it. She viewed the child as an active learner with immense inner potential. She was born on 31st August 1870 in Chiaravalle, Italy, one of the first women to become a medical doctor in Italy. She studied medicine, psychology, physiology, anthropology, and education. While working with the children with intellectual and developmental challenges, excuse me, okay, challenges, Montessori discovered that these children could learn effectively when taught using hands-on material and systematic sensory training. This realization became the foundation of her educational method. In 1907, Maria Montessori opened the first school called Casa di Bambini, Children's House, in Rome for underprivileged children. Here she carefully observed children's behavior, created special learning materials, allowed children freedom to choose activities. The children showed a remarkable improvement in concentration, discipline, independence, love for learning. This success brought international recognition to the Montessori method. Maria Montessori's philosophy is child-centered and scientific. She believed that every child is naturally curious and capable. Learning occurs best through self-activity. Education should address the whole personality of the child. Her core belief is help me to do it myself. എന്ത് കാര്യം ചെയ്യാനും ഒരു ഹെൽപ്പ് സ്വന്തമായി ചെയ്യാൻ, അതായിരുന്നു മറിയ മോണ്ടിസോറിയുടെ കോർ ബിലീഫ് എന്ന് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് ലേണിംഗ്. The Montessori method is based on natural laws of child development. The main characteristic of this development is freedom within limits. Children are free to choose activities within a structured environment. A prepared environment. The classroom is carefully arranged with accessible materials. Learning by doing. Knowledge is gained through hands-on experiences. Individualized learning. Each child progresses at their own pace. Mixed age grouping. Children of different ages learn together and help each other. Teacher as a guide. The teacher observes and guides rather than instructs directly. Montessori designed scientifically planned apparatus to help children learn independently. The features of Montessori apparatus is self-correcting, attractive and child-friendly, designed for one concept at a time, made mostly of natural materials. These activities help children to perform everyday tasks. Examples: pouring water, buttoning frames, washing, cleaning, arranging objects. These activities, development of independence, coordination of movements, concentration and discipline. The sensorial materials like pink tower, brown stairs, color tablets, sound cylinders, these are sharpening the senses, observations and comparisons, preparations for intellectual learning. Then language materials. Language development begins through sensory and motor activities. Example: sandpaper letters, movable alphabets,
pictures, and word cards. The aims of language materials is vocabulary development, reading and writing skills, correct pronunciation. Some materials are we already made. എല്ലാവർക്കും അറിയാം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. Next, mathematical materials. Abstract mathematical ideas are taught using concrete objects. Example, number rods, golden bead materials, spindle boxes, and etc. The aims of these mathematical materials is understanding numbers, basic arithmetic operations, logical thinking. The next, cultural materials. These materials introduce children to the world, maps and globes, science experiments tools, history and nature cards. The aims of cultural materials is knowledge of environment, geography, science, history, and cultural awareness. The teachers is known as a directress. The responsibilities of teachers are observe children carefully, prepare and maintain the environment, guide children when necessary, respect individual differences. The teachers avoid punishment and unnecessary interference. The Montessori believed that true discipline comes from within, no rewards or punishments. Discipline develops through meaningful work. Freedom leads to responsibility and self-control. Maria Montessori traveled across Europe, America, and India, established teacher training centers, delivered lectures worldwide, worked extensively in India during World War II. Today, Montessori schools exist in more than 100 countries. Major books written by Maria Montessori are The Montessori Method, The Absorbent Mind, The Secret of Childhood, Education for New World. These books explains her educational philosophy and child psychology. The importance and contributions of Maria Montessori: scientific approach to education, respect for child psychology, promotions of independence and dignity of the child, lasting influence and modern education. Maria Montessori was not merely an educator, but a visionary reformer who transformed the concept of education. Her deep respect for the child and her scientific observation of child behavior led to the creation of a method that recognized the child as an active, capable, and independent learner. The Montessori method emphasizes freedom with responsibility, learning through activity, and self-discipline, which helps in the all-round development of the child: physical, intellectual, emotional, social, and moral. By providing a prepared environment and scientifically designed apparatus, Montessori ensured that children learn naturally, joyfully, and meaningfully. Her belief that education is a process of life and not merely preparation for future living remains highly relevant in today's world. Montessori education promotes peace, respect, and harmony by nurturing confident, responsible, and thoughtful individuals. In conclusion, Maria Montessori's educational work has had a lasting global impact, and her method continues to guide educators in understanding children better and creating learning environment that truly support human development. Thank you, ma'am. നന്നായിരുന്നു കേട്ടോ. Thank you. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഷിനു. ആരാണ് മാം? പേരെന്താണ്? സഫീദ ജാസ്മിൻ. സഫീദ ജാസ്മിൻ. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടെ. ഓക്കെ.
ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഇനി ഞാൻ എടുക്കുന്ന സെമിനാർ മരിയ മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. Maria Montessori was an Italian physician and educator who revolutionized early childhood education by developing the Montessori method, which emphasized child-led experiential learning in a prepared environment. As one of Italy's first female doctors, she initially worked with children with disabilities before opening her first Casa de Bambini ചിൽഡ്രൻ ഹൗസ് ഇൻ 1907. നമുക്ക് മരിയ മോണ്ടിസോറിയുടെ പ്രധാന വിവരങ്ങൾ, ബയോഗ്രഫി ഹൈലൈറ്റ്സ് ആണ് ഇനി പറയുന്നത്. ജനിച്ചത് 1870 ഇറ്റലിയിലെ ചിയറ വാലെ എന്ന സ്ഥലത്താണ്. വിദ്യാഭ്യാസം റോം സർവകലാശാലയിൽ നിന്ന് മെഡിസിൻ പഠിച്ച് ഇറ്റലിയിലെ ആദ്യ വനിതാ ഡോക്ടർമാരിൽ ഒരാളായി അറിയപ്പെട്ടു. മോണ്ടിസോറിയുടെ തുടക്കത്തിൽ തന്നെ പഠന വൈകല്യമുള്ള കുട്ടികളോടൊപ്പമാണ് പ്രവർത്തിച്ചത്. മോണ്ടിസോറി മെത്തേഡ് കുട്ടികളിൽ സ്വയം പഠിക്കാനും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനും അവസരം നൽകുന്ന രീതിയാണ് അവർ വികസിപ്പിച്ചെടുത്തത്. ഇനി ഇന്ത്യയുമായുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യയിൽ താമസമാക്കിയ അവർ കോസ്മിക് എഡ്യൂക്കേഷൻ വികസിപ്പിക്കുകയും അധ്യാപകർക്ക് പരിശീലനം നൽകുകയും ചെയ്തു. ഇനി ബഹുമതികൾ. 3 തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. മരണം 1952 മെയ് 6 നെതർലാൻഡിൽ അന്തരിച്ചു. മോണ്ടിസോറിയുടെ അധ്യാപക പരിശീലനം. കുട്ടികളുടെ വ്യക്തിഗത കഴിവുകൾക്കും സ്വാതന്ത്ര്യത്തിനും മുൻഗണന നൽകി ശാസ്ത്രീയവും സർഗാത്മകവുമായ രീതിയിൽ പഠിപ്പിക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കുന്ന പ്രത്യേക കോഴ്സാണ് മോണ്ടിസോറി വികസിപ്പിച്ചത്. മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്. ഇത് കുട്ടികളുടെ മനഃശാസ്ത്രം, പ്രത്യേക പഠന സാമഗ്രികളുടെ ഉപയോഗം, അനുകൂലമായ ക്ലാസ് റൂം അന്തരീക്ഷം ഒരുക്കൽ എന്നിവയിൽ പരിശീലനം നൽകുന്നു. ഇനി കസാഡെ ബാംബിനിയുടെ കഥ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതില്. 1907 റോമിൽ ദരിദ്രർ താമസിച്ചിരുന്ന ഒരു പ്രദേശത്ത് മരിയ മോണ്ടിസോറി അവരുടെ ആദ്യത്തെ ചിൽഡ്രൻസ് ഹൗസ് അഥവാ കസാഡെ ബാംബിനി തുറന്നു. ഇവിടുത്തെ കുട്ടികൾക്ക് പ്രത്യേകമായ പഠന രീതികൾ അവർ പരീക്ഷിച്ചു. കുട്ടികളെ നിരീക്ഷിച്ചതിലൂടെ അവർക്ക് സ്വയം പഠിക്കാനും താല്പര്യമുള്ള വസ്തുക്കൾ, അതായത് മോണ്ടിസോറി മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കാനും സ്വാഭാവികമായ താല്പര്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. മോണ്ടിസോറി രീതിയിൽ കുട്ടികളാണ് പഠനത്തിന്റെ കേന്ദ്രബിന്ദു. അധ്യാപകർ ഒരു വഴികാട്ടി മാത്രമാണ്. ഇത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സ്വയം ചിന്തിക്കാനും സഹായിച്ചു. കസാഡി ബാംബിനി ആരംഭിച്ചപ്പോൾ അവിടുത്തെ അമ്മമാർ പ്രധാനമായും തങ്ങളുടെ കുട്ടികളെ പകൽ സമയത്ത് സുരക്ഷിതമായ ഒരിടത്ത് നിർത്താനുള്ള ഒരു മാർഗമായാണ് ഇതിനെ കണ്ടത്. അവർക്ക് ജോലിക്ക് പോകണമായിരുന്നു. എന്നാൽ ക്രമേണ ഈ കുട്ടികൾ വലിയ മാറ്റങ്ങളാണ് പ്രകടമായത്. അവർ കൂടുതൽ ശ്രദ്ധാലുക്കളാകാനും സ്വയം കാര്യങ്ങൾ ചെയ്യാനും നന്മയും സ്വാതന്ത്ര്യവും പ്രകടിപ്പിക്കാനും തുടങ്ങി. ഈ മാറ്റങ്ങൾ അമ്മമാരെയും മറ്റ് സമൂഹത്തെയും അത്ഭുതപ്പെടുത്തി. മോണ്ടിസോറിയിലൂടെ കുട്ടികളുടെ സ്വാഭാവികമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിലും അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നതിലും വിജയിച്ചു എന്നതാണ് ഇത് കാണിക്കുന്നത്. മരിയ മോണ്ടിസോറി കുട്ടികളെ പഠിപ്പിക്കുന്നത്. മരിയ മോണ്ടിസോറിയുടെ വിദ്യാഭ്യാസ രീതി വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. കുട്ടികളുടെ സ്വാതന്ത്ര്യം, സ്വയം പഠിക്കാനുള്ള കഴിവ്, അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരം എന്നിവയ്ക്ക് അവർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ക്ലാസ് മുറികൾ കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അവർ തയ്യാറാക്കിയിരുന്നത്. ഇനി മരിയ മോണ്ടിസോറി എന്നേക്കുമായി നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടും ഇന്നും അത് ട്രെൻഡിങ് ആണ് ആ പഠന രീതി. അതിന് വ്യക്തമായ കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് കുട്ടികൾ സ്വാഭാവികമായ കഴിവുകളും ആവശ്യങ്ങളും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. മനഃശാസ്ത്രപരമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ രീതിയാണിത്. രണ്ടാമതായിട്ട് സ്വാതന്ത്ര്യത്തിനും സ്വയം പഠനത്തിനും പ്രാധാന്യം നൽകുന്നു. ഇത് കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി, എക്സ്പ്രസീവ് റൈറ്റിംഗ്, ക്യൂരിയോസിറ്റി, സെൽഫ് കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ് തിങ്കിങ് എന്നീ ഗുണങ്ങൾ വളർത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. മാറുന്ന കാലത്തിനനുസരിച്ച് ഈ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയും ഇന്നും പല സ്കൂളുകളിലും ഇത് പിന്തുടർന്നു പോരുന്നുണ്ട്. ഒരു പ്രത്യേക രീതിശാസ്ത്രം എന്നതിലുപരി ഇത് കുട്ടികളെ എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഫിലോസഫിയാണ്. ഇനി മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Montessori is not just about wooden toys and being vogue. The Montessori method was developed last October. Miriam Montessori in Italy in the late 18th. She decided to try something novel. She decided to watch children instead, just tell them what to do. And then she noticed something wild. Children want to learn when you stop interrupting.
Then she decided to build classrooms around just that: real materials, real choices, real focus. All the materials in a Montessori classroom are specifically designed to help children explore new concepts like size, texture, volume, quantity, and even geometry. Practical life were physically support time motor control while strengthening and developing that pincer grip they are going to need later for writing. Instead of just telling a child A is for apple, they get to sensorically explore the lower case symbol and matched it to its photonic sound. A is for apple, cause A is for apple, that would be apple. You know what I mean? Instead for memorizing 2 plus 2 is equal to 4, they build bed strings. 2 അതായത് നമ്മൾ 2 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4 എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാളും ബെഡ് സ്ട്രിങ് ഉപയോഗിച്ച് കുട്ടികൾക്ക് കൗണ്ട് ചെയ്ത് പഠിക്കുമ്പോൾ കുട്ടികളിൽ കൂടുതൽ മെമ്മറൈസ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. Studies show time and time again Montessori children show stronger executive functioning, emotional regulation, and independence. They practice real life skills like dressing themselves, grace and courtesy, problem solving, not just academics, but actual life stuffs. And then there's nature. Dr. Montessori believed that nature was not optional, it was essential. A child expressed their creativity through exploring their curiosity and exploring their own interest in a classroom. So Montessori is much more than wooden toys and muted tones. It is radically respectful, child-centered approach that helps children exactly who they are. And once you see in action, you will wonder why everybody doing this. കഴിഞ്ഞു മാം. ഓക്കെ കൺക്ലൂഷനും കൂടി സെറ്റ്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ദെൻ നമ്മള് ഇനി നോക്കുന്നത് നോർമലൈസേഷൻ ആണ്. മരിയ മോണ്ടിസോറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് തോന്നുന്നു, ഇല്ലേ? ഓക്കെ ഓക്കെ അപ്പോ മോണ്ടിസോറി ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മള് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോ അവരിൽ കാണുന്ന ആ ഒരു ക്യാരക്ടറില് പതിയെ അവര് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് അറ്റാച്ച് ആകുന്നതിന്റെ ഭാഗമായിട്ട് അവർ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? കോൺസെൻട്രേഷൻ, സെൽഫ് ഡിസിപ്ലിൻ പോലുള്ള ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നില്ല. സോ അപ്പൊ എന്താണ്, അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ കാണുന്ന കുറച്ച് ചേഞ്ചസിനെ, ആ ഒരു ഫണ്ടമെന്റൽ ചേഞ്ചസിനെ മോണ്ടിസോറി പറയാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് എന്ത്? നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നോർമലൈസേഷൻ ഇസ് ദ കീ റിസൾട്ട് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് എന്ത്? നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ചിൽഡ്രൻസ് ക്യാൻ കോൺസെൻട്രേറ്റ്, വർക്ക് ഫ്രീലി ആൻഡ് ഷോ സെൽഫ് ഡിസിപ്ലിൻ. അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് വർക്ക് ഫ്രീലി, അവർക്ക് ഫുൾ ഫ്രീഡത്തോട് കൂടി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും കുട്ടികൾ. അവരെന്ത് ചെയ്യണം, അവരെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ടാവും. ഓക്കെ, ഞാൻ കുറച്ച് ഡെഫിനിഷനും കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മുടെ ടെസ്റ്റിലുള്ളതിനേക്കാൾ കുറച്ച് പുറത്തുനിന്നുള്ള ടോപ്പിക്കാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു തരുന്നത് നോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതിയോ? എങ്ങനെയാ? നിങ്ങൾക്ക് ടീച്ചർമാർ നോട്ട് തരാറുണ്ടോ? നോട്ട് എഴുതാം മാം. ജസ്റ്റ് നോർമലൈസേഷൻ ഒരു ചെറിയൊരു ഡെഫിനിഷൻ, നല്ലൊരു മീനിങ് ആണ്. നമുക്ക് ടെസ്റ്റിൽ ഇല്ല, നമുക്ക് ടെസ്റ്റിൽ ജസ്റ്റ് നേരെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോയിരിക്കുകയാണ്. ഒരു മീനിങ് ആണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നോർമലൈസേഷൻ is the term Montessori used to refers. Normalization is the term. അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക്
എഴുതാൻ പറ്റാത്തവർക്ക് ആണെങ്കിൽ അത് നോക്കാലോ. നോർമലൈസേഷൻ is the term Montessori used. Normalization is the term Montessori used to ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചിട്ട് റീഡ് ചെയ്താൽ മതി. എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. 1 മിനിറ്റ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അയക്കാം, എന്നിട്ട് റീഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, മിനിറ്റ്. അതൊന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ. Normalization is the term Montessori used to refer children who are able to concentrate and work freely in Montessori environment, exercising self-discipline and peace. നോട്ട് ചെയ്തതിനു ശേഷം തമ്പയ്ക്ക് ഞാൻ പറയാട്ടോ, നിങ്ങൾ നോട്ട് ചെയ്തോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ചെയ്തോ? ഓക്കെ. അപ്പൊ നോർമലൈസേഷൻ എന്ന് പറയുന്ന ടേം മോണ്ടിസോറി യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക്, നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ മേ ബി അവർ നോർമലൈസ്ഡ് ചിൽഡ്രൻ ആവണമെന്നില്ല. മേ ബി എന്താ പറയാ, മേ ബി ഡീവിയേറ്റഡോ അല്ലെങ്കിൽ അവർക്ക് കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് കാര്യങ്ങൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും, കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യിച്ചു തുടങ്ങും. സോ ഈ കുട്ടികളിൽ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫണ്ടമെന്റൽ ചേഞ്ചസിനെ മോണ്ടിസോറി പറയുന്ന ടേം ആണ് എന്ത്? നോർമലൈസേഷൻ. മോണ്ടിസോറി ആ ഒരു ഫണ്ടമെന്റൽ ചേഞ്ചസിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ചിൽഡ്രൻസ് ഹു ആർ ഏബിൾ ടു കോൺസെൻട്രേറ്റ്, ഈ കുട്ടികൾക്ക് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ മൈൻഡ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ആൻഡ് വർക്ക് ഫ്രീലി ഇൻ മോണ്ടിസോറി എൻവയോൺമെന്റ്. നല്ല ഫ്രീലി ആയിട്ട് അവർക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. എക്സസൈസ് സെൽഫ് ഡിസിപ്ലിൻ. നമ്മുടെ കുട്ടികളെല്ലാവരും സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. നല്ല പീസ് ആൻഡ് ഹാർമണി നമുക്ക് ഈ കുട്ടികളിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫിനോമിനയാണ്. മോണ്ടിസോറി എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾ അക്വയർ ചെയ്യുന്ന ആ ഫണ്ടമെന്റൽ ചേഞ്ചസിനെ പറയുന്ന പേരാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ നോർമലൈസേഷനെ കുറിച്ചിട്ട്? മനസ്സിലായോ? ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോർമലൈസേഷന് നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് പറയാം, 3 സ്റ്റേജസ് ആയിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റേജില് the child does something because they want to. ചില കുട്ടികൾക്ക് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, കുട്ടികൾക്ക് ചിലപ്പോ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. അവർക്ക് ആ ഇഷ്ടമുള്ള വർക്ക് മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ കുട്ടികളോട് നമ്മൾ പറയാണ് ഇന്ന വർക്ക് ചെയ്യുക, ഇന്ന പോലെ ചെയ്യാൻ പറയുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ആ വർക്കും കാര്യങ്ങളും ചെയ്യും. ചൈൽഡ് ഡസ് സംതിങ് ബിക്കോസ് ഹി ഓർ ഷീ ഈസ് ആസ്ക്ഡ് ടു ഡു ഇറ്റ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ നമ്മളോട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ആ വർക്ക് ചെയ്യും. നോർമലൈസേഷൻ തേർഡ് സ്റ്റേജിലാണ് നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത്. കുട്ടികളോട് നമ്മൾ കുട്ടികള് ചെയ്യുന്നത് അവർക്ക് സ്വയം തോന്നും ഇതാണ് റൈറ്റ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവര് തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യും. The child does something because they know it is right. അതാണ് കറക്റ്റ് എന്ന് നമുക്ക് മനസ്സിലായതിനു ശേഷമായിരിക്കും അവർ ആ ഒരു വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മോണ്ടിസോറി said there were 3 stages each child goes through on the way of normalization. നോർമലൈസേഷനിലേക്ക് പോകുമ്പോൾ കുട്ടികളിൽ 3 സ്റ്റേജസിലൂടെയാണ് നോർമലൈസേഷനിലേക്ക് എത്തുന്നത്. The first stage is when the child do something because they want to. ഫസ്റ്റ് സ്റ്റേജിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കുട്ടികൾ ചെയ്യുന്നത്. ഓക്കെ, this is a typical behavior of the 2-year-old. 2-year-old ഉള്ള കുട്ടികളുടെ ഒരു ബിഹേവിയർ ആണ് ഈ ഒരു സ്വഭാവം എന്നാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവര് ചെയ്യുന്നത്. ആസ് ദി ചൈൽഡ് മെച്യൂർ, കുട്ടി മെച്യൂർ ആകുന്നതിനനുസരിച്ച് they move to the stage 2, സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. and do things when they asked for them. ഇത് ചെയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ ആ വർക്ക് അവരോട് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യും. അവരത് കറക്റ്റ് ആണോ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കില്ല, അവർ ആ വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. തേർഡ് സ്റ്റേജ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. ഇല്ല, ടെസ്റ്റിൽ ഇല്ലാടാ, ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഡൗട്ട് ഞാൻ പറയാം. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ the third stage is when the child do something because they know it is things to do right. കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. നമ്മളത് തെറ്റായിട്ട് പറഞ്ഞാലും അവർ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ചെയ്യും. ജസ്റ്റ് ഞാനൊരു കാര്യം പറയാം. ആദ്യം എന്താണ്, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ആണ്, ശരിക്കുള്ള എക്സാമ്പിൾ പറയാണ്. നമ്മൾ അവരോട് പറയാണ് ഹാൻഡ് വാഷ് ചെയ്യണം, ഫുഡ് ചെയ്യുന്നതിന് മുമ്പ് ഹാൻഡ് വാഷ് ചെയ്യണം. അപ്പൊ 2 years 2.5 year ഉള്ള കുട്ടികളോട് നമ്മൾ പറയുന്നത് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരുന്നത്, അല്ലെ? അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ചിലപ്പോൾ കുട്ടികൾക്ക് അതിന് കഴിയില്ല, നമ്മൾ വാശിക്ക് പിടിച്ച് നിൽക്കും, നമ്മൾ പോയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവർ ചെയ്യുള്ളൂ. ഏതൊരു ആക്ടിവിറ്റി എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് അവർ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയാണ് ഹാൻഡ് വാഷ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും, ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരും. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും കുട്ടികളോട് നമ്മൾ ചെയ്യാൻ പറയണ്ട. അവർ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുട്ടികൾ എന്ത് ചെയ്യും, അവർ പോയിട്ട് ഹാൻഡൊക്കെ നല്ല രീതിയിൽ സോപ്പൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് വന്നിരിക്കും. മനസ്സിലായോ ആ ഒരു 3 സ്റ്റേജസിന്റെ ഡിഫറൻസ്? ഇത് സാധാരണ ഒരു കുട്ടിയുടെ നോർമൽ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റിലേക്ക് വരാം. Dr. Maria Montessori described that a new child would frequently emerge as the result of being
in complete harmony with his entire environment. ഒരു നോ നോർമലൈസ്ഡ് ചൈൽഡ് ആകണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഫ്രീക്വന്റ്ലി നമ്മുടെ ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു ഹാർമണിയോട് കൂടി നല്ല ഐക്യത്തോടു കൂടി വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ കുട്ടികൾ നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നത്. ഷീ ഡെവലപ്പ് ഹെർ സ്പെഷ്യൽ മെത്തേഡ്. അപ്പൊ മോണ്ടിസോറിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സയന്റിഫിക് മെത്തേഡ് ഓഫ് ഒബ്സർവേഷൻ മോണ്ടിസോറിക്ക് ഉണ്ട്. മോണ്ടിസോറി ഒബ്സർവ് ചെയ്തപ്പോൾ ഈ കുട്ടികളിൽ നല്ല മാറ്റം കാണുന്നുണ്ട്. അവരുടെ ക്യാരക്ടറിലൊക്കെ അത്യാവശ്യം വന്ന ടൈമിനേക്കാൾ നല്ല ക്യാരക്ടറിൽ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ചോദിക്കാം ഞാൻ. നിങ്ങൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഉള്ള ക്യാരക്ടർ ആണോ നിങ്ങളുടെ ഇപ്പോഴുള്ള ക്യാരക്ടർ? എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ? കുട്ടികൾ ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ല, ക്യാരക്ടർ അല്ല, ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പോ നമ്മള് പണ്ട് വീട്ടിൽ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് ദേഷ്യപ്പെടുവരുന്നില്ലേ? നമ്മൾ ഭയങ്കരമായിട്ട് കൂളാണോ? ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പറയും, അയ്യോ ഇവിടെ ഈ ഒരു കോഴ്സ് നേരത്തെ ചേർക്കണ്ടായിരുന്നു, ഇത്രയും സൈലന്റ് ആയിട്ട് കുട്ടീനോടൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറുന്നു. അല്ലെങ്കിൽ അമ്മമാരോട് കുട്ടികൾ പറയാം, അമ്മ ഇത്രയും നാളെ എന്നെ തല്ലി പഠിപ്പിച്ചിരുന്ന അമ്മയാ, ഇപ്പൊ അമ്മ പറയാണ് കുഴപ്പമില്ല, ശരിയാവും, അമ്മ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാന്ന്. അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങളുടെ ക്യാരക്ടറില്? ഉണ്ട്. നമ്മള് കുട്ടികൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ചെരുപ്പിടാനൊക്കെ അവര് പതിയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തു തരാന്ന് പറയും ചിലപ്പോ ഞാനൊക്കെ. അതുപോലെ ഫുഡ് കഴിക്കുമ്പോ സ്വയം തിന്നുമ്പോ കളയുള്ളൂ, അതുകൊണ്ട് തരാന്നൊക്കെ പറയും. ഇപ്പൊ അവര് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു തോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ നോർമലൈസേഷന്റെ പാതയിലാണ്. നിങ്ങൾക്ക് വന്ന ഒരു ഫണ്ടമെന്റൽ ചേഞ്ചസിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടിയുടെ പ്രവൃത്തിയിൽ നിന്നാൽ അയാൾ ഒരു കുട്ടീനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ കുട്ടീനെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടോ? കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയോ? നിങ്ങൾ ഒരു കുട്ടീനെ കാണുമ്പോൾ അതിന്റെ നേച്ചർ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയോ? നമുക്ക് നോർമലി ഒബ്സർവ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങൾ നല്ലൊരു ഒബ്സർവർ ഒക്കെ ആയിട്ട് മാറും. ഓക്കെ. കുട്ടികൾ സ്വയം ചെയ്യട്ടെ, അത് നല്ലൊരു ഐഡിയ ആണ്. കാരണം അവര് ചെയ്യേണ്ട പ്രായമാണ്. നമ്മള് എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിക്കാൻ പാടില്ല. അവർ ഇൻഡിവിജ്വലി ചെയ്യട്ടെ. അറ്റാച്ച്മെന്റ് വേണം, അഫെക്ഷൻ വേണം. അഫെക്ഷനും അറ്റാച്ച്മെന്റും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഓവർ അറ്റാച്ച്മെന്റ് വേണ്ട. ഓക്കെ, ഓവർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് വേണ്ട. അവർ ചെയ്യേണ്ട വർക്കുകൾ അവർ ഇൻഡിപെൻഡന്റ്ലി ഓരോ വർക്കും കാര്യങ്ങളും ചെയ്ത് അവര് ഇൻഡിപെൻഡന്റ് ആവട്ടെ, അല്ലെ? അത് അവരുടെ ക്വാളിറ്റീസ് ആണ്. പിന്നെ തല്ല് കൊടുക്കുന്ന അമ്മമാരുണ്ടായിരുന്നോ? പണ്ട് പഠിക്കാത്തവന് നല്ല തല്ലൊക്കെ കൊടുക്കുന്ന അമ്മമാരുണ്ടായിരുന്നോ? തല്ലി പഠിപ്പിച്ചിരുന്ന അമ്മമാര് ഇല്ല, ആരും തല്ലാത്ത അമ്മമാരാട്ടോ. ആണോ? അതെ, പറഞ്ഞ കേട്ടില്ല അല്ലെങ്കിൽ പഠിച്ചില്ല എങ്കിൽ അടി കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ, കാരണം വഴക്ക് പറയാറുണ്ട്. ഭയങ്കര ഓവറായിട്ട് അവര് ഇറിറ്റേറ്റ് ആവുമ്പോ നമ്മൾ അറിയേണ്ട അടി കൊടുത്തു പോകുമായിരുന്നു. ഇപ്പോഴും അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പോ മോണ്ടിസോറി കുട്ടികളെ ഒബ്സർവ് ചെയ്തതിൽ കുട്ടികളിൽ കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ് കാണാനായിട്ട് ഇടയായി. അപ്പൊ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആണ് എന്നുള്ള കാരണം, അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റ് ആണ് ഈ കുട്ടികളിൽ ഈ വന്ന ഫണ്ടമെന്റൽ ചേഞ്ചസിന് കാരണം എന്ന് ഐഡന്റിഫൈ ചെയ്തപ്പോ മോണ്ടിസോറി ഈ ഒരു ഫണ്ടമെന്റൽ ചേഞ്ചസിന് യൂസ് ചെയ്ത ടേം ആണ് നോർമലൈസേഷൻ. Montessori described this process of fundamental changes in the child as normalization. കുട്ടികളിൽ കാണുന്ന ഈ ഫണ്ടമെന്റൽ ചേഞ്ചസിന് മോണ്ടിസോറി പറഞ്ഞൊരു വേർഡാണ് നോർമലൈസേഷൻ. നമ്മളത് നോർമലൈസ് ചിൽഡ്രൻസ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് അറിയാം മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ആദ്യം വരുന്ന കുട്ടി മേ ബി നോർമലൈസ്ഡ് ചൈൽഡ് ആവണമെന്നില്ല. അവൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതിയെ അവന് ചുറ്റുപാടും അല്ലെങ്കിൽ അവന്റെ എന്താ പറയാ ഓൾഡർ വൺസ് ഉണ്ടല്ലോ, മുതിർന്ന കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവനിൽ പതിയെ മാറ്റങ്ങൾ വരും. പതിയെ മാറ്റങ്ങൾ വന്ന് അവന്റെ ക്യാരക്ടറിൽ എൻ്റർ ആയിട്ട് ഈ കോൺസെൻട്രേഷൻ, സെൽഫ് ഡിസിപ്ലിൻ, പീസ്, ഹാർമണി എന്നൊക്കെ പറയുന്ന ക്വാളിറ്റീസ് അവനെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവനും നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ നോർമലൈസേഷൻ ഈസ് നോട്ട് ചിലൊരു പ്രോസസ്സോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമൊന്നല്ല. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമല്ല നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നല്ല അടി കൊടുത്ത് അനുസരണം പഠിപ്പിക്കുക അങ്ങനെയൊന്നല്ല കേട്ടോ. നോർമലൈസേഷൻ ഇസ് എ ഫിനോമിന. ഇതൊരു ഫിനോമിനയാണ്. ഇതൊരു
എന്താണ് ഒരു റിസൾട്ടാണ്. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് കൊടുത്ത ഫ്രീഡം അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഫിനോമിന നാച്ചുറലി ഒക്കർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മള് എപ്പോഴും പറയും ഒരു വ്യക്തിനെ പെർഫെക്റ്റ് ആക്കുന്നത്, നിങ്ങൾ തോട്ട്സ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എന്താണ് പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ് ഇത് കേട്ടിട്ടുണ്ടോ? ഒരു വ്യക്തിനെ പെർഫെക്റ്റ് ആക്കുന്നത് എങ്ങനെയാണ്? പ്രാക്ടീസിലൂടെയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രമാണ് ഒരു വ്യക്തി പെർഫെക്റ്റ് ആകുന്നത്. അപ്പോ അതേപോലെ തന്നെയാണ് കുട്ടികൾ വർക്ക് ചെയ്യുമ്പോൾ, ആദ്യം വർക്ക് ചെയ്യുമ്പോൾ അവൻ തെറ്റിപ്പോകും. ഇപ്പോ നിങ്ങൾ പിൻ ടവർ കണ്ടു, അതേപോലെ തന്നെ ലാസ്റ്റ് ഡേ വന്നപ്പോ ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ചെയ്തു. ആദ്യം വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് പറ്റും, ഇൻക്ലൂഡിങ് നിങ്ങളായാലും ഞാനായാലും ആരായാലും എന്ത് പറ്റും? മിസ്റ്റേക്ക് പറ്റും. ആ മിസ്റ്റേക്ക് ഒക്കെ കറക്റ്റ് ചെയ്ത് അവൻ വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ലേ, അത് ആ ഒരു സ്റ്റേജ് മുതൽ അവന്റെ ക്യാരക്ടറിൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്യാണ്. അവൻ തെറ്റുപറ്റി, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യല്ല, അവനത് എന്ത് ചെയ്യാൻ പോലെ റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് വീണ്ടും വർക്ക് ചെയ്യാണ്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് വായിക്കുമായിരുന്നല്ലോ. among the relation. Among the relations the child has brought us, there is one fundamental importance, the phenomenon of the normalization through work. It is certain that the child's aptitude for work represents a vital instinct. For without work, his personality cannot organize itself and deviate from the normal lines of its construction. Man builds himself through working. According to Montessori, in the going, Madhyo ma'am, adu madhiyo. Okay. അപ്പോ ഒരു വ്യക്തിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം അല്ലെ? നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് സംഭവിക്കും? ഡീവിയേഷൻ സംഭവിക്കും. ഓക്കെ, ഡീവിയേഷൻസ് സംഭവിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഒരു ക്ലാസ്സിൽ വേണ്ട, ഒരു ഫാമിലിയിൽ 2 കുട്ടികളുണ്ട് കേട്ടോ. ആ 2 കുട്ടികൾ മൂത്ത ആള് വീട്ടിൽ തന്നെയാ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവന് കളിക്കാൻ പോകുന്നതൊന്നും ഇഷ്ടമല്ല. അവൻ ഏത് സമയം ഫോണിലും റിമോട്ടിലും ഫോണിലും പിന്നെന്താണ് നമ്മള് ഗെയിമൊക്കെ കളിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ TV, ഫോൺ, ഗെയിം, ആ ഒരു ലോകത്താണ് അവൻ ജീവിക്കുന്നത്. അവന് പുറത്ത് പോകാനോ കളിക്കാനോ പ്ലേ ചെയ്യാനോ ഒന്നും ഇഷ്ടമല്ല. അതേ വീട്ടില് അവന് തൊട്ട് താഴെ അവന് അനിയനുണ്ട്. അവനാണെങ്കിലോ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഫ്രീ ടൈം എപ്പോ കിട്ടിയാലും അവൻ പുറത്തേക്ക് പോകും. കൂടുതൽ ടൈമും പുറത്ത് പോയി സ്പെൻഡ് ചെയ്യാനാണ് അവന് ഇഷ്ടം. കൂടുതൽ ടൈമും അവൻ കുട്ടികളോടൊപ്പം കളിക്കാനും ഓടി നടക്കാനും ഒക്കെയാണ് ഇഷ്ടം. അപ്പൊ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് ഏത് കുട്ടിയാണ് നോർമൽ ചൈൽഡ്, ഏത് കുട്ടിയാണ് ഡീവിയേറ്റഡ് ചൈൽഡ്? ആ നോർമൽ ലൈനിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന കുട്ടീനെയാണ് ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത് കേട്ടോ. ഏത് കുട്ടിയാണ് നോർമൽ ചൈൽഡ്, ഏത് കുട്ടിയാണ് ഡീവിയേറ്റഡ് ചൈൽഡ്? എൽഡർ വൺ ആയിരിക്കും ഡീവിയേറ്റഡ് ചൈൽഡ്. നോർമൽ എന്ന് പറയുന്ന സെക്കൻഡ് ചൈൽഡ് ആയിരിക്കും. ഓക്കെ, നോർമൽ എന്ന് പറയുന്നത് സെക്കൻഡ് ചൈൽഡ് ആണ്. കാരണം എന്താണ്? അവൻ അവന്റേതായ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക് കാര്യങ്ങളിലൊക്കെ അവൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. മുതിർന്ന കുട്ടി എന്താണ്? അവൻ വർക്ക് ഒന്നും ചെയ്യുന്നില്ല, അവൻ ഡീവിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു നോർമൽ ലൈനിൽ നിന്ന് കുട്ടികൾ വ്യതിചലിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മസ്കുലർ എനർജിയിലൊക്കെ വരുന്ന ചേഞ്ചസ് ആണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മെന്റൽ അല്ലെങ്കിൽ മെന്റൽ ഡീവിയേഷൻസ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് ഈ മെന്റൽ ഡീവിയേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മളോട് ഒരാൾ പറയണം ആൾ ഓക്കെ അല്ല, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ ഒരു വ്യക്തി ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണെന്ന് നമുക്ക് ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകാന്നില്ല അല്ലെ?
ആ ഒരു വ്യക്തി ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണെന്ന് നമുക്ക് ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. പക്ഷെ ആ വ്യക്തി ഡിപ്രഷനിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആണെന്ന് ആ ഒരു എക്സ്ട്രീം കേസിൽ മാത്രമായിരിക്കും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്തെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഫിസിക്കൽ സ്ട്രക്ചറിലും കാര്യത്തിലും വരുന്ന മാറ്റത്തിലൂടെ നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ മനസ്സിലാക്കാൻ പറ്റും. According to Montessori, in a growing child, there are two streams of body. Montessori പറയുന്നത് നമ്മളൊരു കുട്ടീനെ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് 2 സ്ട്രീംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് മസ്കുലാർ എനർജി, ഫിസിക്കൽ എനർജി, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. അപ്പൊ അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ കുട്ടികൾ മൂവ് ചെയ്യാനും മസ്കുലാർ എനർജി അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെന്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവ ഫിസിക്കൽ ഡീവിയേഷൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. സെക്കൻഡ് ഈസ് മെന്റൽ എനർജി ഓഫ് ഇന്റലിജൻസ് ആൻഡ് വിൽ. നെക്സ്റ്റ് വൺ ആണ് മെന്റൽ എനർജി. മെന്റൽ ഡീവിയേഷൻസ് നമുക്ക് സംഭവിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാം. മേ ബി അതൊരു എക്സ്ട്രീം കേസിലൊക്കെ ആയിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദീസ് ടു ആക്സെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി, ഒരു പേഴ്സണാലിറ്റിയുടെ ടു ആക്സെപ്റ്റ് ആണ് ബോഡി ആൻഡ് മൈൻഡ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമായിരിക്കും ആരോഗ്യമുള്ള മനസ്സ്. ഏതെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞതായിട്ട് കേൾക്കുന്ന ഓർമ്മയുണ്ടാവും. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമുക്കറിയാം ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമായിരിക്കും നല്ല ആരോഗ്യമുള്ള മനസ്സില്ലാവുക. അപ്പൊ ഹെൽത്തി മൈൻഡിനെ ഹെൽത്തി ബോഡി എന്നൊക്കെ പറഞ്ഞ് മെന്റൽ ഹെൽത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പോ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ 2 ഫാക്ടേഴ്സ് ആണ് മൈൻഡ് ആൻഡ് ബോഡി. അത് രണ്ടും ഒരുമിച്ച് യൂണിസൺ ആയിട്ട് വർക്ക് ചെയ്യണം. ഒരിക്കലും അത് ഡിവോഴ്സ്ഡ് ആവാൻ പാടില്ല. സപ്പോസ് എനിക്കിപ്പോ ഞാൻ ചെയ്യുന്നൊരു വർക്കാന്ന് വിചാരിക്കും, എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാണ്ടാണ് ഞാൻ ആ ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും അത് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, എന്റെ മൈൻഡ് വേറൊരു സ്ഥലത്തും എന്റെ ബോഡി ഇവിടെയും ആയിരിക്കും. പക്ഷെ എനിക്ക് സന്തോഷത്തോടു കൂടി പറയാം, ഞാൻ ചെയ്യുന്ന ഈ ഒരു വർക്ക് അല്ലെങ്കിൽ എന്താ പറയാ ടീച്ചിങ് എന്ന് പറയുന്നത് ഞാൻ അത്ര ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്റെ മനസ്സും ബോഡിയും ഇവിടെ തന്നെയാണ്. ഞാൻ ആ ക്ലാസ് എടുക്കുന്ന സമയവും ക്ലാസ് എടുക്കുന്ന രീതി, പ്രിപ്പറേഷനും ഒത്തിരി എഫേർട്ട് ഉണ്ട്. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. ഓരോ ടീച്ചേഴ്സും അത് അത്ര എൻജോയ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് അത് കറക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ ആവണം നിങ്ങളും. നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയും ആ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഒരിക്കലും ഡിവോഴ്സ്ഡ് ആവാൻ പാടില്ല. മൈൻഡും ബോഡിയും ഡിവോഴ്സ്ഡ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സൊരു സ്ഥലത്തും ശരീരം മറ്റൊരു സ്ഥലത്തും ആവരുത്. എപ്പോഴും ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്യണം. എന്നാലാണ് നോർമലൈസേഷൻ പോസിബിൾ ആവുന്നത്. അതർവൈസ് അല്ലാത്ത പക്ഷ കുട്ടിയുടെ മനസ്സ് ഇവിടെ ശരീരം ഇവിടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കുട്ടിക്ക് ഡീവിയേഷൻ ഉറപ്പായിട്ട് സംഭവിക്കും. നമ്മൾ കുട്ടികളോട് പറയില്ലേ, അത് ചെയ്യണ്ട, ഞാൻ പറഞ്ഞത് നിന്നോട് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഴക്ക് പറയുമ്പോൾ അവനവിടെ എന്താ സംഭവിക്കുന്നത്, അവന് ഡീവിയേഷൻ സംഭവിക്കും. കാരണം എപ്പോഴും നമ്മൾ അവന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒന്നും നടത്തി കൊടുത്തില്ലെങ്കിൽ നോർമലി ആ കുട്ടിക്ക് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഡീവിയേഷൻസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. മൈൻഡ് ആൻഡ് ബോഡി ഷുഡ് നെവർ ബിക്കം ഡിവോഴ്സ്ഡ്. ഒരിക്കലും നമ്മുടെ മനസ്സും ശരീരവും ഡിവോഴ്സ്ഡ് ആവാൻ പാടില്ല. ഇൻസ്റ്റെഡ് ദീസ് ടു ഷുഡ് വർക്ക് ഇൻ യൂണിസൺ. ഈ 2 കാര്യങ്ങളും നല്ല യൂണിസണോട് കൂടി വർക്ക് ചെയ്യണം, ഒരുമിച്ച് വർക്ക് ചെയ്യണം. 1 മിനിറ്റ്. ഓക്കെ. അതർവൈസ് ദ ചൈൽഡ് വിൽ ബി ഡീവിയേറ്റഡ്. അല്ലാത്ത പക്ഷം ചൈൽഡ് ഡീവിയേറ്റ് ആവും. അപ്പൊ കുട്ടികൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവര് നീ എവിടെയാ ശ്രദ്ധിക്കാതെ ഇവിടെ നിൽക്കുന്നതിന് സ്വപ്ന ലോകത്താണെന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് അവൻ എന്താണ് പ്രശ്നം, അവന് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ഡീവിയേറ്റഡ് ആവാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോ ഫാമിലീസിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അവന് കിട്ടുന്ന കെയറിൽ കുറവോ അതൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോ ടീച്ചേഴ്സിനും ഉണ്ട്. അല്ല, ടീച്ചേഴ്സിന് പറയാൻ പാടില്ല, നിങ്ങൾ ഓരോ ഫെസിലിറ്റേഴ്സിനും ഉണ്ട്. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോർമലൈസേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ?
മഞ്ഞിലഞ്ഞമല പോലെ മാണിലാവിനികൾ പോലെ ഉള്ളിലൊരു മോഹൻ അതിനിന്റെ ജീവതാപമേ നിറമേകും മഞ്ഞല പോലെ അമ്പിളി നാളം നീവി ഒരു പോലെ തലോടാം. ഓക്കെ, താങ്ക് യു ഓൾ. നന്നായിരുന്നു കേട്ടോ രേവതി. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം.